Hi friends, welcome back to our channel Salt and Pepper. ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് എങ്ങനെ ബയസ് സ്ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇടുന്ന ഓരോ കാര്യങ്ങളും തയ്യലിന്റെ ഓരോ കാര്യങ്ങളും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ തയ്യൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തീരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ബയസ് സ്ട്രിപ്പ് എന്താ നിങ്ങൾക്ക് അറിയാമോ? ഈ ബയസ് സ്ട്രിപ്പ് ആണ് നമ്മുടെ നെക്ക് ചെയ്യുമ്പോഴും പൈപ്പിങ്ങിനും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ബയസ് സ്ട്രിപ്പ് ഉണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഫാബ്രിക് നിങ്ങൾ നോക്കി, ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ഫാബ്രിക്. അതിന് ഒരിക്കലും ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല കേട്ടോ. അത് അങ്ങനെ തന്നെ നിൽക്കും, സ്റ്റിഫായിട്ട് നിൽക്കും. പക്ഷെ നമ്മുടെ ബയസ് സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്ക് കോണ് കണ്ടോ, കോണിച്ചാണ് നമ്മൾ വെട്ടുന്നത് കണ്ടോ. ഇങ്ങനെ കോണായിട്ട് നമ്മൾ വെട്ടുമ്പോൾ നമ്മുടെ തുണിക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. അതെന്തായാലും ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് ബയസ് സ്ട്രിപ്പ് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പൊ ഏത് തരത്തിലുള്ള തുണിയും ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കുക, നമ്മളിങ്ങനെ തുണി തയ്ച്ചു വരുമ്പോൾ നമുക്ക് വെട്ട് കഷ്ണങ്ങളായിരിക്കും കിട്ടുന്ന അവസാനം കുറച്ചല്ലേ. അപ്പൊ നമുക്ക് നെക്കയിലൊക്കെ പിടിപ്പിക്കണമെങ്കിൽ ഇതുപോലത്തെ ബയസ് സ്ട്രിപ്പ് വേണം. അത് കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഇതുണ്ടതേ, ഇതിപ്പോ ഒരു സ്ക്വയർ പീസ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്ക്വയർ പീസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ വേണം, ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്. അത് നേരെയുള്ള പീസാണ്. നമ്മളിങ്ങനെ കോണിച്ചാണ് നമ്മൾ വെട്ടുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ കോണിച്ച് വെട്ടുക. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കോണിച്ച് വെട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ വെട്ടിക്കഴിയുമ്പോഴുള്ള തുണിയുടെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണേ. ഇതുണ്ടോ, നേരെയുള്ള പീസ് അനങ്ങാതെ അങ്ങനെ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കും. അതൊക്കെ നെക്കെ പിടിച്ചാൽ എങ്ങനെ ശരിയാവുമെന്ന് നിങ്ങൾ ഓർത്തോണം. ഇത് കണ്ടതേ, ഇത് കണ്ടോ, നമ്മുടെ ഇഷ്ടത്തിന് വലിഞ്ഞു തരുക നമുക്ക് കണ്ടോ. നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ പീസ് കൊണ്ടാണ് നമ്മൾ നെക്ക് ലൈൻ ചെയ്യുന്നതും പൈപ്പിംഗ് ചെയ്യുന്നത്. അല്ലെ കോഡ് വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്യത്തില്ലേ, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതും കൊണ്ടുണ്ട്. അത് നിങ്ങൾ പതുക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതിന്റെ ഉപയോഗം അത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തൊരു പീസാണ്. അപ്പം എന്തായാലും അതേ തന്നെ ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെ കോണായിട്ട് ഞാൻ വെട്ടിയതിന്റെ ഭാഗമായിട്ട് ഇതൊരു സ്ക്വയർ പീസ് ആയിരുന്നു, കോൺ വെട്ടിയതിന്റെ ബാക്കിയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട്, ഇപ്പം വലിയ എക്സ്പെർട്ട് ഒക്കെ ആണെങ്കിൽ അവർ ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അവർക്കറിയാം ഇത് ഇത്ര 1 ഇഞ്ചാണ് അല്ലെ 1/2 ഇഞ്ചാണ് ഞാൻ മുറിക്കുന്നതെന്ന് അറിയാം. പക്ഷെ തുടക്കക്കാർക്ക് ഇത് ഞാൻ 1/2 ആണോ മുറിക്കുന്നത് എത്രയാണ് മുറിക്കുന്നതെന്ന് ഒരു ബോധവും ഉണ്ടാകത്തില്ല. അപ്പൊ നോക്കിക്കേ, നമുക്കിപ്പോ ഒരു ഞാനൊരു 1.5 ഇഞ്ച് വെച്ചങ്ങ് മുറിക്കാൻ പോവാ. 1.5 ഇഞ്ച്. ഓക്കെ, അപ്പൊ ഓരോ രീതിയിൽ ഇപ്പൊ കഴുത്തിന് സാരി ബ്ലൗസിനൊക്കെ ചിലപ്പോൾ ചിലർ 1 ഇഞ്ച് എടുക്കത്തുള്ളൂ, ചിലര് 1/4 ഇഞ്ചൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എടുക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചിന്തിക്കുക. ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ച് കംപ്ലീറ്റ്ലി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇച്ചിരി ക്ഷമ കാണിക്കണം. ക്ഷമ കാണിച്ചാൽ അത് നിങ്ങൾക്ക് വെറുത്ത് തന്നെ ആയിരിക്കത്തുള്ളൂ അവസാനം ചെയ്തു വരുമ്പം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശരിയാതെ വരുമ്പോൾ അതേ കുറെ കിടന്ന് പണിയേണ്ടി വരും. അതിൽ എത്രയോ നല്ല എത്ര സമയം എടുത്തിട്ട് നമ്മൾ ഭംഗിയായിട്ട് ഇങ്ങനത്തെ സ്ട്രിപ്പ് വെട്ടിയെടുക്കാന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇത് മുഴുവനൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്നും കാണിക്കാം. ഇതിപ്പോ ഇച്ചിരി വലിയ പീസാണ്, എന്നിരുന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. അപ്പൊ നമ്മള് ഒരേപോലെ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ സാരി ബ്ലൗസ് ഒക്കെ 1 മീറ്റർ അല്ലെ 1.5 മീറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഇതുപോലെ വലിയ പീസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ചെറിയ വെട്ട് കഷ്ണങ്ങളായിരിക്കും അവസാനം കിട്ടുന്നത്. അതിൽ നിന്ന് വേണം നമ്മൾ കൊച്ചു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ പിടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഒരുപാട് പീസസ് ജോയിൻ ചെയ്തായിരിക്കും പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇതാ നോക്കിക്കോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനുശേഷം ഞാനിപ്പോ അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു പോകുന്നതാണ്. നിങ്ങൾക്ക് അതിനുശേഷം വേണമെങ്കിൽ ഒരു ലൈൻ ഇതുപോലെ ഇട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാരണവശാലും തെറ്റിപ്പോകത്തില്ല. നമുക്ക് പിന്നെ ആ ലൈനെ കൂടെ അങ്ങ് വെട്ടിയെടുത്താൽ മതി കണ്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കുക. ആ വരയിൽ കൂടെ തന്നെ വെട്ടുക, കാരണം നമ്മൾ മെഷർ ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്നവർ ദയവായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ വീഡിയോസും കണ്ടു നോക്കുക. എന്നാലേ ഉള്ളൂ നിങ്ങൾ ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാവും. അങ്ങനെ അല്ലാത്തവരാണ് വീണ്ടും വന്നിട്ട് എന്നോട് ചോദിക്കും, ചേച്ചി ആ വീഡിയോ എവിടെയാ കിടക്കുന്നത്, ചേച്ചി ഇടാവോന്ന്. ഓൾറെഡി ഇട്ട് കഴിഞ്ഞ വീഡിയോ ആണ്. വീണ്ടും ചെയ്യുന്നിടുക എന്ന് പറയുമ്പോൾ ഞാൻ തിരക്കാൻ എനിക്കും ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എന്റെ ചാനലിൽ വന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും, അറിയാൻ വയ്യാത്തവർക്കിട്ടാ പറയുന്നത് കേട്ടോ. ഇത് നോക്കിയേ, നമ്മൾ കട്ട് ചെയ്ത് വരുമ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഞാൻ വർത്താനം പറഞ്ഞ് കട്ട് ചെയ്ത് പോവാ. എന്നിട്ട് എന്നെ എടുക്കാൻ പറയാം, ഇതിനൊന്ന് സ്ട്രെയിറ്റ് കട്ട് ആക്കണം. ഈ പീസിനെ ഇതുണ്ടോ, ഇപ്പൊ ഇങ്ങനെ കോണിച്ചല്ലേ നിൽക്കുന്നേ, അതിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളൊരു സ്ട്രെയിറ്റ് കട്ടാക്കി എടുക്കണം ആദ്യം. ഓക്കെ,
അതുപോലെ തന്നെ ഈ സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ 2 പീസാണ്. കണ്ടോ? ഇതാണ് നമ്മുടെ 2 പീസ്. ഇതിനെ ഇതാ നോക്കിക്കേ, ഇങ്ങനെ വെക്കണം. നമ്മൾ പണ്ട് ഓല കൊണ്ട് പാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ക്രോസ് വെക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളിതാ ഇങ്ങനെ വെച്ചു കൊടുക്കണം ആദ്യം. കണ്ടോ? ഒന്നിന്റെ മേലിൽ ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്നു പറയുമ്പോൾ ഈ കോണൂടെ നല്ലതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പറഞ്ഞ മനസ്സിലായോ? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കൈ വെച്ചിട്ട് കാണിക്കാം. കേട്ടോ? കണ്ടോ? നമുക്ക് സ്ട്രെയിറ്റ് പീസാണ് അവിടെ കിട്ടുന്നത്. കേട്ടോ? നമുക്ക് നല്ല സ്ട്രെയിറ്റ് പീസ് ഇതുപോലെ കിട്ടും. അല്ലെങ്കിലാണ് അങ്ങോട്ട് ഇത്തിരി വളഞ്ഞ് ഇങ്ങോട്ടൊരു വളഞ്ഞ് ഒരു ഭംഗിയില്ലാതിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല രസമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഫ്ലോയിൽ തയ്ച്ചു പോകാം. ഓക്കെ? അപ്പൊ ഈ എണ്ടും എല്ലാം ഒരേ ഇതായിട്ട് തന്നെ നിൽക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഞാനത് അന്ന് തയ്ച്ച് നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മള് ഈ പീസസിനെ രണ്ടുകൂടെ ക്രോസ് വെച്ചു. എന്നിട്ട് നമ്മള് ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടോ? ഇങ്ങനെ. മനസ്സിലായില്ല? ഇനി ഒന്ന് തെറ്റ് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാന്ന്. നിങ്ങൾ തിരിച്ചടിച്ചോളും. കേട്ടോ? കണ്ടോ? നമുക്ക് അങ്ങനെ തയ്ച്ചു കൊടുക്കാം. വേറെ കളർ നൂലിട്ടാണ് ഞാൻ തയ്ക്കുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കേട്ടോ? ഓക്കെ? നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്ന് മെല്ലെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ തുണി ഭയങ്കര തെന്നുന്ന തുണി എൻ്റെ ഇരിക്കുന്നത്. കേട്ടോ? എന്തായാലും നമ്മൾ തയ്ക്കുമ്പോൾ ഏത് രീതിയിലുള്ള തുണികളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇതിന്റെ ക്രോസ് ഇങ്ങനെ തയ്ച്ചേക്കുവാണ്, അല്ലേ? കേട്ടോ? ഇതിക്കൂടെ ഒരു അതിലൂടെ തയ്ച്ചു കൊടുക്കാം. ഓക്കെ? ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു മാത്രം. ഇങ്ങനെ എടുത്തതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ 2 സൈഡിൽ കാണുന്ന ഈ പീസ് കണ്ടോ? നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയുക. നമ്മുടെ നൂലങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അത് നമ്മൾ എന്തായാലും ചെയ്യുമല്ലോ. നൂല് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിതേ ഇത് കണ്ടോ? ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഈ സ്ക്വയർ പീസിനെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ? അപ്പൊ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിവർക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കേ. കണ്ടോ? എന്നാ പെർഫെക്റ്റ് പീസാ നമുക്ക് കിട്ടിയ നിങ്ങൾ കണ്ടില്ലേ? നമുക്ക് ഈ ബയസ് സ്ട്രിപ്പ് പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം നമ്മൾ പല കുഞ്ഞു പീസുകൾ വെച്ച് നമ്മൾ യോജിപ്പിച്ച് ഇങ്ങനെ എടുത്താൽ അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വലിയ ബയസ് സ്ട്രിപ്പ് ചെയ്തെടുക്കണമെങ്കിലും വേറെ ഒരു ട്രിക്ക് ഉണ്ട്. അതെന്താ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതെന്തായാലും കുഞ്ഞു പീസുകൾ നമ്മൾ എങ്ങനെ വെച്ച് നമുക്ക് വീട്ടിൽ അടിച്ചെടുക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ നിവർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഏച്ചു വെച്ചാന്ന് പോലും തോന്നാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇത് കണ്ടോ? നമ്മൾ ഈ ഭാഗത്തിനെ തുറക്കണം. കണ്ടോ? തുറന്നിട്ട് ഇതുണ്ടോ? നമ്മളിങ്ങനെ തുറന്നിട്ട് നമ്മുടെ നഖം കൊണ്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പൊ അയൺ ബോക്സ് ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് നിങ്ങൾ ചൂട് നോക്കിയതിന് ശേഷം ഇതിനെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ കുഞ്ഞു പീസ് ഇട്ടല്ലേ കളിക്കുന്നത്. ഇത് കണ്ടോ? ഇങ്ങനെ ഈ അടഞ്ഞിരിക്കുന്ന പീസിനെ നിങ്ങൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പോറി കൊടുക്കുക. എന്താ നിങ്ങൾ പറയുന്നത്? ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നല്ല പതിഞ്ഞ് ഇരിക്കും. ഒരു പ്രശ്നവും വരത്തില്ല. കണ്ടോ? നമ്മുടെ നെക്ലൈനൊക്കെ ചെയ്യുമ്പോൾ ഒരു തടിപ്പ് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഈവൻ ആയിട്ടിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഒരു പ്രശ്നങ്ങളും ഇല്ല. കണ്ടോ? എന്ത് സ്മൂത്ത് ആയിട്ടാണ് അടുപ്പ് വന്നേക്കുന്നത് നോക്കി. ഇവിടെ നോക്കിക്കേ നിങ്ങൾ എന്ത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെന്ന്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ലൈൻസും അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട പല ഏരിയാസ് ഉണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ബയസ് സ്ട്രിപ്പ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു വീഡിയോ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. എങ്ങനെയാണ് ഒറ്റ തുണിയെന്ന് നമുക്ക് വലിയ ബയസ് സ്ട്രിപ്സ് ഉണ്ടാക്കി എടുക്കുന്നത് ഈസി ആയിട്ട്. ഓക്കെ? അത് പിന്നീട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയില് ലൈനിങ് ഉള്ള ചുരിദാർ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് നെക്കുള്ള ചുരിദാർ എങ്ങനെ തയ്ക്കാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരെയ്ക്കും താങ്ക് യു. ബൈ.